കർത്താവിൻ്റെ ഉത്ഥാന മരണം വിശ്വാസികളായ നാം സസന്തോഷം കൊണ്ടാടുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര സംഭവമായി മാത്രം അവശേഷിക്കുന്നില്ല. മറിച്ച് മാനവരക്ഷയ്ക്ക് വേണ്ടി ജീവന്റെയും മരണത്തിൻ്റെയും മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് നിത്യജീവൻ പ്രദാനം ചെയ്ത സംഭവം കൂടിയാണ് ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ്. പെസഹ ജാഗരാനുഷ്ഠാനത്തിൽ പങ്കുചേരുന്ന നമുക്ക് നിത്യജീവന്റെ അച്ചാരമായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഭക്തിയോടും ഉണർവോടും കൂടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായി 4 ഭാഗങ്ങളാണുള്ളത്. ദീപാർച്ചന കർമ്മം, ദൈവവചന പ്രഘോഷണ കർമ്മം, ജ്ഞാനസ്നാന വ്രത നവീകരണം, സ്തോത്രയാഗ കർമ്മം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രാരംഭമായ ദീപാർച്ചന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിലൂടെയുള്ള നവജീവിതത്തിൻ്റെ പ്രതീകമായി പുരോഹിതൻ പുത്തൻ തീ ആശീർവദിക്കും. തുടർന്ന് ബഹുമാനപ്പെട്ട വൈദികൻ പുത്തൻ തീയിൽ നിന്ന് പെസഹ തിരി തെളിക്കുന്നു. ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യം എന്നും നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ തിരി തെളിക്കുക. ദൈവം ആദിയും അന്തവുമാണെന്നും കാലങ്ങളും യുഗങ്ങളും അവൻ്റേതാണെന്നും സൂചിപ്പിക്കാൻ പെസഹ തിരിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് കുന്തിരിക്ക ഗോളങ്ങൾ തിരിയിൽ കുറിച്ചിട്ടുള്ള കുരിശടയാളത്തിൽ കുത്തിയുറപ്പിക്കുന്നു. അനന്തരം പുരോഹിതൻ പെസഹ തിരി കത്തിച്ച ശേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ പ്രകാശം എന്ന സ്തുതിപ്പ് ആലപിക്കുന്നു. ജനം ദൈവത്തിന് സ്തോത്രം എന്ന് ഏറ്റുപാടുകയും ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം പാടിക്കഴിയുമ്പോൾ എല്ലാവരും പെസഹ തിരിയിൽ നിന്ന് തിരികൾ തെളിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അതിൻ്റെ തീയിരിക്കുന്നുണ്ട്, അതൊന്നും എടുത്ത് പെട്ടെന്നെടുത്ത് മാറ്റത്തില്ല. കയറുന്ന സമയത്ത് അധികം തിരക്ക് കൂട്ടാതെ അച്ഛൻ പതുക്കെ പോകത്തുള്ളൂ. അച്ഛൻ്റെ വത്സല സഹോദരനെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് വരാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന മക്കളെ സഭ ക്ഷണിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന് മേലുള്ള വിജയത്തിൽ പങ്കാളികളാകാനും അവിടത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കാനുമുള്ള പ്രത്യാശ നമുക്ക് കൈവരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേപുത്രം വഴി അങ്ങേ മഹത്വത്തിന്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻ തീ ആശീർവദിക്കണമേ. ഈ പെസഹ മഹോത്സവം വഴി സ്വർഗീയാഭിലാഷങ്ങൾ പരിചലിപ്പിക്കുന്ന പോലെ നിർമ്മല മാനസനായി നിത്യമായ മഹത്വത്തിന്റെ ആഘോഷത്തിൽ പങ്കുചേരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫായും ഒമേഗയും അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവായ ക്രിസ്തു തൻ്റെ മഹിമയേറിയ
തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഊരിലുൾ നീക്കട്ടെ. ക്രിസ്തുവിൻ പ്രകാശം കത്തിച്ച തിരികളുമായി എഴുന്നേറ്റ് നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ